പൂവത്താണി AMUP സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും 24/2/2025 നടക്കുന്ന പൂവത്താണി AMUP സ്കൂളിൻ്റെ 88ാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ മുഹമ്മദ് അലി മാസ്റ്റർ, സഹാധ്യാപിക മാലതി ടീച്ചർ എന്നിവർക്കുള്ള യാത്രയപ്പും നൽകുന്ന ഈ അവസരത്തിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട്. 14/8/1937 സ്ഥാപിതമായ ഈ വിദ്യാലയം ഇന്ന് 88ാം വാർഷികം ആഘോഷിക്കുകയാണ്. ജനാബ് അയമു സാഹിബ്, ജനാബ് CH കുഞ്ഞേമു ഹാജി, ജനാബ് CH ഹൈദസ് ഹാജി എന്നിവർ ആദ്യകാല മാനേജർമാരായിരുന്നു. ഇപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ശ്രീ CH അബൂബക്കർ ആണ്. ശ്രീ PK ഗുപ്തൻ, ശ്രീ അപ്പുണ്ണി എഴുത്തച്ഛൻ, ശ്രീ വീരാവുണ്ണി, ശ്രീ M മാധവഗുപ്തൻ, ശ്രീ മൊയ്തുട്ടി, ശ്രീ VM ഭാസ്കരൻ, ശ്രീ VCU ഏറാടി എന്നിവർ ആദ്യകാല പ്രധാനാധ്യാപകരായിരുന്നു. 2023 ജൂൺ 1 തീയതി മുതൽ ശ്രീ M മുഹമ്മദ് അലി മാസ്റ്റർ ആണ് പ്രധാനാധ്യാപകൻ. 1937 137 കുട്ടികളുമായി തുടങ്ങിയ ഈ വിദ്യാലയത്തിൽ ഇന്ന് 39 ഡിവിഷനുകളിലായി 1241 കുട്ടികളും 156 കുട്ടികൾ പ്രീ പ്രൈമറി തലത്തിലും പഠനം നടത്തിവരുന്നു. ഇന്ന് ഈ വിദ്യാലയത്തിൽ 51 അധ്യാപകരും OAയും ഉൾപ്പെടെ 52 പേർ ജോലി ചെയ്തു വരുന്നു. കൂടാതെ LKG, UKG, IT അധ്യാപകരും പാചക ജീവനക്കാരും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായി 6 ബസ്സുകളുണ്ട്. അതിലെ ജീവനക്കാരും ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാണ്. PTA, MPTA, SSG പൂർവ്വ വിദ്യാർത്ഥികൾ. നമ്മുടെ വിദ്യാലയത്തിൻ്റെ സർവ്വതോന്മുഖ വളർച്ചയ്ക്കു വേണ്ടി ഉപദേശ നിർദ്ദേശങ്ങളും സാമ്പത്തിക സഹായവും നൽകി സഹകരിക്കുന്ന PTAയും MPTAയും SSGയും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് നമുക്കുള്ളത്. PTA പ്രസിഡന്റ് ശ്രീ ഹനീഫ പുത്തനങ്ങാടി, MPTA പ്രസിഡന്റ് ശ്രീമതി സാബിക സത്താർ, SSG ചെയർമാൻ ശ്രീ P ഉണ്ണീൻ സാഹിബ്, ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ PT അബ്ദുൽ ജലീൽ എന്നിവർ നയിക്കുന്ന അതാത് സമിതികൾ സ്കൂളിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകി വരുന്നു. 8 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 4 ക്ലാസ് റൂമുകൾ ഈ വിദ്യാലയത്തിന് സംഭാവന ചെയ്ത ഡോക്ടർ P ഉണ്ണീൻ സാഹിബിനെ ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുന്നു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും കഴിഞ്ഞ വർഷം ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്ത സാജിദ ടീച്ചർ നമ്മുടെ സ്ഥാപനത്തിനായി ഒരു ഫ്ലാഗ് പോസ്റ്റ് നൽകിയതും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. കെട്ടിടങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഉചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിൽ ബഹുമാനപ്പെട്ട മാനേജർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും മാനേജറുടെയും സഹകരണത്തോടുകൂടി 1.5 ലക്ഷം രൂപ ചെലവിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ കം സ്റ്റോർ ഈ വർഷം നമുക്ക് പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിദ്യാലയം AMUP സ്കൂൾ പൂവത്താണി എന്നും തല ഉയർത്തി വളരെ മികവോടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാർ നടത്തുന്ന LSS, USS പരീക്ഷകൾക്ക് കുട്ടികളെ തയ്യാറാക്കുന്നതിനായി ഈ വിദ്യാലയത്തിലെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇതിനായി LP, UP തലങ്ങളിൽ പരിശീലന ക്ലാസുകളും പരീക്ഷകളും നടത്തിവരുന്നു. 2023-24 അധ്യയന വർഷത്തിൽ 24 LSSഉം 5 USSഉം നമ്മുടെ വിദ്യാലയത്തിന് നേടാനായി എന്നത് അഭിമാനപൂർവ്വം അറിയിക്കുന്നു. കാലടി സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംസ്കൃതം സ്കോളർഷിപ്പ് പരീക്ഷ, വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന വിവിധ സ്കോളർഷിപ്പുകൾ, അറബിക് ടാലൻറ്റ് ടെസ്റ്റ്, ഉറുദു ടാലൻറ്റ് ടെസ്റ്റ്, ന്യൂ മാത്സ് തുടങ്ങി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിലും ക്വിസ് മത്സരങ്ങളിലും ഉന്നത വിജയം കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീർത്തി വാനോളം ഉയർത്തിയ ഈ കൊച്ചു പ്രതിഭകളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ നടത്തുകയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ഓരോ ഘട്ടങ്ങളിലൂടെയും സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും ഭാഗഭാക്കുകളാക്കാനും നമ്മുടെ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സബ് ജില്ലാ തലങ്ങളിൽ നടത്തിയ വിവിധ മേളകളിൽ നമ്മുടെ വിദ്യാലയം ഒന്നാമതാണെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഗണിത, ശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, പ്രവൃത്തി പരിചയ മേളകളിൽ UP വിഭാഗത്തിൽ ഓവറോൾ ഫസ്റ്റിൻ്റെ തിളക്കമാർന്ന ട്രോഫികൾ നമ്മുടെ വിദ്യാലയം സ്വന്തമാക്കി.
LP വിഭാഗം സാമൂഹ്യശാസ്ത്രമേളയിൽ 1ാം സ്ഥാനവും ശാസ്ത്രമേളയിൽ മികച്ച വിജയവും ഈ വിദ്യാലയത്തിന് നേടാൻ കഴിഞ്ഞു. സബ് ജില്ലാ കായികമേളയിൽ UP തലത്തിൽ 1ാം സ്ഥാനവും പഞ്ചായത്ത് കായികമേളയിലും സബ് ജില്ലാ കായികമേളയിലും LP വിഭാഗത്തിൽ 1ാം സ്ഥാനവും നമ്മുടെ വിദ്യാലയത്തിനായിരുന്നു. ഗാന്ധി ദർശൻ കലോത്സവം 1ാം സ്ഥാനം, സബ് ജില്ലാ സംസ്കൃത കലോത്സവം UP വിഭാഗം ഓവറോൾ ഫസ്റ്റ്, ഉറുദു കലാമേള ഓവറോൾ ഫസ്റ്റ്, അറബിക് കലോത്സവം ഓവറോൾ തേർഡ്, പഞ്ചായത്ത് കലാമേള പ്രീ പ്രൈമറി വിഭാഗം ഓവറോൾ സെക്കൻഡ്, അറബിക് കലോത്സവം ഓവറോൾ തേർഡ്, LP കലോത്സവം ഓവറോൾ തേർഡ് എന്നീ സ്ഥാനങ്ങളും നമ്മുടെ മികവുകളിൽ പെടുന്നു. അഭിമാനപൂർവമായ ഈ നേട്ടങ്ങളുടെ ഭാഗമായി വിജയാഘോഷ റാലി നടത്തുകയും കുട്ടികൾക്ക് സ്പെഷ്യൽ ഫുഡ് നൽകുകയും ചെയ്തു. മാറുന്ന സാഹചര്യങ്ങളോടൊപ്പം എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്തു നടത്തുന്ന കരാട്ടെ പരിശീലനം വഴി 23 കുട്ടികൾക്ക് യെല്ലോ ബെൽറ്റ് നേടാൻ കഴിഞ്ഞു. നീന്തൽ പരിശീലനം, ഫുട്ബോൾ കോച്ചിങ് എന്നിവയും നടത്തിവരുന്നു. സ്കൗട്ട്, ഗൈഡ്, JRC, വിദ്യാരംഗം എന്നിവയടക്കമുള്ള വിവിധ ക്ലബ്ബുകൾ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്യാമ്പുകളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച് സമ്മാനങ്ങൾ നേടുകയും ചെയ്യുന്നു. ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ് തുടങ്ങി വിവിധ പ്രധാന ദിനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിപാടികൾ നമ്മുടെ വിദ്യാലയം ഏറ്റെടുത്ത് നടത്തിവരുന്നു. ഔഷധ സസ്യങ്ങളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെ പ്രകൃതി നടത്തം സംഘടിപ്പിക്കുകയും ആയുർവേദ വിദഗ്ധൻ ഡോക്ടർ സത്യനാരായണനുമായി സംവദിക്കാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. വായന ദിനത്തിൽ ചെത്തല്ലൂർ ഗ്രന്ഥശാല സന്ദർശനം, മില്ലറ്റ് ദിനവുമായി ബന്ധപ്പെട്ട് ചെറുധാന്യങ്ങൾ പ്രദർശനം, ബോധവൽക്കരണം, ഭിന്നശേഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലേക്ക് വിനോദയാത്ര എന്നിവ സംഘടിപ്പിച്ചു. മലയാളം, സംസ്കൃതം വിദ്യാർത്ഥികൾക്കായി തിരൂർ മലയാളം സർവകലാശാലയിലേക്ക് സന്ദർശനം നടത്തി. LKG, LP വിദ്യാർത്ഥികൾക്കായി മലമ്പുഴയിലേക്കും UP വിദ്യാർത്ഥികൾക്കായി മൂന്നാർ, സിൽവർ സ്റ്റോൺ എന്നിവിടങ്ങളിലേക്കും ഈ വർഷം വിനോദയാത്ര നടത്തി. ബഹിരാകാശ കൗതുകങ്ങളെ അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരമൊരുക്കി പ്ലാനറ്റോറിയം സ്കൂളിൽ സജ്ജമാക്കി. സ്പിക് മേക്കെ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ കഥക് എന്ന കലാരൂപം നമ്മുടെ വിദ്യാലയത്തിൽ അവതരിപ്പിക്കുകയും കുട്ടികൾക്ക് ആ നൃത്തരൂപം ആസ്വദിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി ഡോക്ടർ ആഷിക്ക ജാഫർ അമ്മമാർക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഈ സ്ഥാപനത്തിൽ നിന്നും സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിച്ച അധ്യാപകരുടെയും ചുരുങ്ങിയ കാലം ജോലി ചെയ്തു സ്ഥലം മാറിപ്പോയ അധ്യാപകരുടെയും മൺമറഞ്ഞുപോയ അധ്യാപകരുടെയും സേവനങ്ങളെ ഈ വേളയിൽ ആദരപൂർവ്വം സ്മരിക്കുന്നു. ഈ വിദ്യാലയത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കാൻ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ആത്മാർത്ഥമായ ശ്രമങ്ങൾ എന്നും ഉണ്ടാവും. അതോടൊപ്പം വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും എല്ലാ സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 88ാം വാർഷികാഘോഷത്തോടൊപ്പം തന്നെ 2 അധ്യാപകർക്കുള്ള യാത്രയയപ്പ് കൂടി ഇവിടെ നടക്കുകയാണ്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുഹമ്മദ് അലി മാസ്റ്റർ ആലിപ്പറമ്പ് കാമ്പുറം പ്രദേശത്താണ് ജനിച്ചത്. കാമ്പുറം AMLP സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ആലിപ്പറമ്പ് വെള്ളിനേഴി സ്കൂളുകളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും MES കോളേജ് മണ്ണാർക്കാട് നിന്ന് പ്രീ ഡിഗ്രിയും എറണാകുളം ചെറുവട്ടൂരിൽ നിന്ന് TTCയും പൂർത്തിയാക്കി. 1991 സെപ്റ്റംബർ 23 മുതൽ ഈ വിദ്യാലയത്തിൽ സഹാധ്യാപകനായും 2023 ജൂൺ മുതൽ പ്രധാന അധ്യാപകനായും സേവനമനുഷ്ഠിക്കുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന മാലതി ടീച്ചർ മണ്ണാർക്കാട് പുല്ലിശ്ശേരി ഗ്രാമത്തിലാണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം AUPS പുല്ലിശ്ശേരിയിൽ നിന്നും, ഹൈസ്കൂൾ വിദ്യാഭ്യാസം പള്ളിക്കുറുപ്പ് ഹൈസ്കൂളിൽ നിന്നും, പ്രീ ഡിഗ്രി MES കോളേജ് മണ്ണാർക്കാട് നിന്നും പൂർത്തിയാക്കി. എക്കണോമിക്സിൽ ബിരുദമെടുത്ത ശേഷം ബാംഗ്ലൂരിലെ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും B.Ed കരസ്ഥമാക്കി. 1992 ജൂൺ മുതൽ ഈ വിദ്യാലയത്തിൽ അധ്യാപികയായി തുടർന്നു വരുന്നു. തങ്ങളുടെ സേവനകാലം അർപ്പണബോധത്തോടെ ഈ വിദ്യാലയത്തിനു വേണ്ടി സമർപ്പിച്ച മുഹമ്മദ് അലി മാസ്റ്റർക്കും മാലതി ടീച്ചർക്കും നന്മകളുടെ 1000 ആശംസകൾ നേർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.